എന്നെ ഏഴഴകെ. രചന പ്രിനി മനീഷ്. ഇവൾക്ക് അവനെ തന്നെ കിട്ടിയുള്ളൂ ജീവിത പങ്കാളിയായിട്ട്. കൂട്ടത്തിൽ ആരുടെയോ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. കുടുംബത്തിലെ ഏതൊരു അമ്മച്ചിയായിരുന്നു അത് പറഞ്ഞത്. എന്റെ കൂർത്ത നോട്ടം കണ്ട് അവർ വായക്ക് സിപ്പ് ഇട്ടു. ഞാൻ അടുത്ത് നിൽക്കുന്ന മനുവിനെ നോക്കി. ഇവനെന്താ കുറവ്? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഹലോ, ഞാൻ വൃന്ദ. ഇന്ന് എന്റെ കല്യാണമാണ്. എന്റെ അടുത്ത് നിൽക്കുന്നില്ലേ ഇവനാണ് വരൻ, മനു. ഞങ്ങളുടെ ലവ് മാരേജ് ആണ് കേട്ടോ. പക്ഷെ ഒളിച്ചോടി കല്യാണം കഴിക്കല്ല. ഇഷ്ടം രണ്ട് വീട്ടുകാരോടും തുറന്നു പറഞ്ഞ് അവർക്കും ഇഷ്ടമായി നടത്തുന്ന കല്യാണമാണ്. നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ ഞങ്ങളുടെ കഥയൊന്ന് കേട്ടു നോക്ക്. എന്നെക്കാളും ഒരു വയസ്സിന് മൂത്താണ് മനു. +1 പുതിയ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടി ചെല്ലുമ്പോൾ കൂട്ടുകാരെ പിരിയുന്ന ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഒരുവിധം ക്ലാസ് കണ്ടുപിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോഴോ ഒഴിഞ്ഞു കിടക്കുന്ന ഫസ്റ്റ് ബെഞ്ച് മാത്രം. ബാക്കിയെല്ലാം കുട്ടികൾ നിറഞ്ഞിരുന്നു. വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ ഒറ്റയ്ക്കിരുന്നു. വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. ആരോടൊന്നും മിണ്ടാതെ എല്ലാവരും അവരുടേതായ ലോകത്താണ്. അപ്പോഴാണ് ടീച്ചർ ഒരു ആൺകുട്ടിയും കൂട്ടി വരുന്നത്. അവനെ കണ്ടപ്പോൾ തന്നെ ക്ലാസ്സിൽ ഒട്ടുമിക്ക കുട്ടികളും അവജ്ഞതയോടെ നോക്കി. കാരണമൊന്നുമില്ല, അവന്റെ നിറം കട്ട കറുപ്പായതുകൊണ്ട്. അവൻ തലതാഴ്ത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് മുഖം ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. ടീച്ചർ അവനോട് ചെന്നിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ടീച്ചറെ ദയനീയതയോടെ നോക്കുന്ന ഞാൻ കണ്ടു. ടീച്ചർ അവനെയും കൊണ്ട് ആൺകുട്ടികൾ ഇരിക്കുന്ന ഒരു ബെഞ്ചിൽ ചെന്നിരുന്നു. അപ്പോൾ തന്നെ അവന്റെ അടുത്തിരിക്കുന്ന കുട്ടി എണീറ്റെന്ന് അവനവിടെ ഇരുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. ടീച്ചർ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാ, ഈ കരിവണ്ടിനെ എൻ്റെ അടുത്ത് ഇരുത്താൻ പറ്റില്ലെന്ന്. അത് കേട്ടപ്പോൾ ക്ലാസ്സിൽ കൂട്ടച്ചിരി വിരിഞ്ഞു. പക്ഷെ എനിക്ക് ദേഷ്യമാണ് വന്ന്. ടീച്ചർ ആ കളിയാക്കിയ കുട്ടി കുറെ വഴക്ക് പറഞ്ഞു. അപ്പോഴേക്കും അവനോടൊന്ന് എണീറ്റു പുറത്തേക്ക് നടക്കാനൊരുങ്ങി. ഞാൻ വേഗം എണീറ്റ് അവന്റെ കയ്യിൽ പിടിച്ചു. അവൻ സംശയത്തോടെ എന്നെ നോക്കി. തനിക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ അടുത്തിരുന്നോളൂ ഞാൻ പറഞ്ഞപ്പോൾ അവൻ ടീച്ചറെ നോക്കി. ടീച്ചർ കണ്ണുകൊണ്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അവൻ എൻ്റെ അടുത്തിരുന്നു. എന്നാലും അവൻ എന്നോടൊന്നും തന്നെ മിണ്ടിയില്ല. ടീച്ചർ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്ലാസ് ഒന്നും എടുത്തില്ല. എല്ലാവരെയും പരിചയപ്പെട്ടു. അപ്പോഴാണ് അവന്റെ പേര് മനു എന്നാണ് അറിയുന്നത്. വീട്ടിൽ അമ്മയും അനിയത്തി മാത്രമാണ് ഉള്ളതെന്നും പറഞ്ഞു. പക്ഷെ കൂടുതലൊന്നും അവൻ പറഞ്ഞില്ല. ഞാൻ വഴിയെ പരിചയപ്പെടാമെന്ന് തീരുമാനിച്ചു. അന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നുകൊണ്ട് തന്നെ നേരത്തെ സ്കൂൾ വിട്ടു. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും മാത്രമാണ് ഉള്ളത്. വീട്ടിൽ ചെന്ന് അമ്മയോട് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു. അതിൽ മനുവിന്റെ കാര്യം പറയാനും മറന്നില്ല. അമ്മയ്ക്ക് കേട്ടപ്പോൾ പാവം തോന്നി. പാപ്പയുടെ വീട്ടിൽ കുട്ടിയാണെന്ന് തോന്നുന്നു അമ്മേ. അമ്മയൊരു അനിയത്തി മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞ്. എന്റെ മോൾ ആ കുട്ടിയോട് കൂട്ടുകൂടാതിരിക്കരുത്. പാവം മോൻ. എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തുമ്പോൾ ഒരു കൂട്ട് എപ്പോഴും കൂടെയുള്ളത് നല്ലതാ. അമ്മ എന്നോട് പറഞ്ഞിട്ട് ചായ വെക്കാൻ തിരിഞ്ഞു. അന്ന് എന്റെ മനസ്സിൽ മുഴുവൻ മനു തന്നെയായിരുന്നു. അവനുമായി എങ്ങനെയെങ്കിലും കൂട്ടുകൂടണം എന്ന് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു. പിറ്റേന്ന് സ്കൂളിലേക്ക് നേരത്തെ ചെന്ന് ഗേറ്റിന്റെ അവിടെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കണ്ടു ഞങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ കൂടെ നടന്നു വരുന്ന മനുവിനെ. അടുത്തേക്ക് വന്ന് ടീച്ചർ എന്നെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. ഞാൻ ടീച്ചറോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്നിട്ട് മനുവിനെ നോക്കി. നിങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. മനുവിനെ എൻ്റെ ഒപ്പാക്കിയിട്ട് ടീച്ചർ പോയി. മനു എന്നെ നോക്കാതെ വേഗത്തിൽ മുന്നോട്ട് നടന്നു. അത് എന്ത് പോക്കാ മനു, നമ്മൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലേക്ക് തന്നെയല്ലേ. ഞാൻ നിന്നെ നോക്കി ഇത്രയും നേരം ഇവിടെ നിന്ന് ഞാൻ അവന്റെ കൂടെ ഓടിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവൻ നടക്കുന്ന നിർത്തി. അപ്പോൾ തന്നെ ഞാൻ അവനെ ചെന്ന് ഇടിച്ചു. അവനെന്നെ തിരിഞ്ഞു നോക്കി. എന്തിനാ എന്നെ കാത്തുക്കുന്നേ മനു ചോദിച്ചപ്പോൾ ഞാൻ അവന് നേരെ വലതു കൈ നീട്ടി. ഫ്രണ്ട്സ് ഞാൻ ചോദിച്ചപ്പോൾ അവൻ തെല്ലൊരു അത്ഭുതത്തോടെ എന്നെ നോക്കി. എനിക്ക് മനുവിന്റെ ഫ്രണ്ട്ഷിപ്പ് വേണം. എന്നെ മനുവിന്റെ ഫ്രണ്ടാക്കുമോ? ഞാൻ പുഞ്ചിരിയോടെ ചോദിച്ചപ്പോൾ മനുവിന്റെ മുഖത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവനൊന്നും പറയാതെ തിരിഞ്ഞടന്നു. അതെനിക്ക് സങ്കടമായെങ്കിലും ഞാനൊരു ചിരിയോടെ അവന്റെ പുറകെ ക്ലാസ്സിലേക്ക് നടന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞുപോയി. ഞാനും മനുവും ഫസ്റ്റ് ബെഞ്ചിൽ തന്നെയായിരുന്നു. മനു നന്നായി പഠിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. മനുവിനോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവനൊരു മോളിലോ 2 വാക്കുകളിലൂടെയോ മറുപടി തരും. ഒരു ദിവസം എനിക്ക് വയറുവേദന എടുത്ത് ഡെസ്കിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. മാസം തോറും വരുന്നതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ ഈ പ്രാവശ്യം നല്ല വേദനയുണ്ടായിരുന്നു. പൊതുവെ ദേഷ്യവും വാശിയും കൂടുതലാണ് എനിക്ക്. ഇങ്ങനെ അയാൾ പറയുകയും വേണ്ട. ഞാനിരുന്ന് ഞെരിപിരി കൊള്ളുന്ന മനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബെല്ലടിച്ചപ്പോൾ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. വേറെ നിവൃത്തിയില്ലായിട്ട് ഞാൻ എണീറ്റു. പക്ഷേ ഞാൻ എണീറ്റതും മനുവിനെ പിടിച്ചിരുത്തി. ഞാൻ വീണ്ടും എണീറ്റു. അപ്പോൾ വീണ്ടും അവൻ എന്നെ പിടിച്ചിരുത്തി. അത് വീണ്ടും ആവർത്തിച്ചപ്പോൾ എനിക്ക് ദേഷ്യം കൊണ്ട് അവനെ ഞാൻ അടിച്ചു. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ നോക്കി. മനു ടീച്ചറുടെ അടുത്തേക്ക് പോയി എന്തോന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ക്ലാസ് റൂം വിട്ട് പുറത്തിറങ്ങി. അതിനു മുന്നേ എന്നെ അവനെ നോക്കി. അവന് നിറഞ്ഞ കണ്ണുകൾ എൻ്റെ ഹൃദയത്തെ കുത്തിക്കീറാൻ കേൾപ്പുള്ളവയായിരുന്നു. ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് പതുക്കെ കുട്ടിയുടെ ഡ്രസ്സിൽ പീരീഡ്സിന്റെ കറയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ ഉരുകിപ്പോയി. എന്റെ മുഖമാകെ വിളറി വെളുത്തു. എന്റെ അവസ്ഥ കണ്ടവൻ ടീച്ചർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് ക്ലാസ്സിലിരിക്കാൻ എന്തോ എനിക്ക് തോന്നിയില്ല. ടീച്ചറോട് പറഞ്ഞ് ലീവാക്കി. അച്ഛൻ വന്നിരുന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ. പിറ്റേന്ന് വന്നപ്പോൾ എൻ്റെ കണ്ണുകൾ ആദ്യം തേടിയത് മനുവിനെ ആയിരുന്നു. പക്ഷെ നിരാശയായിരുന്നു ഫലം. ദിവസങ്ങൾ കടന്നുപോയി. അന്നൊന്നും മനുവിനെ സ്കൂളിലേക്ക് കണ്ടില്ല. ഒരു സൺഡേ വന്നപ്പോൾ അച്ഛൻ അമ്പലത്തിൽ പോകാൻ വിളിച്ചു. അന്നും മനസ്സിലായിട്ട് ഞാൻ അവരുടെ കൂടെ പോയി. അമ്പലത്തിൽ വെച്ച് എനിക്ക് മനുവിന് വേണ്ടിയേ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നുള്ളൂ. അവനൊരു ആപത്തും വരുത്തരുതേ എന്നും. തിരിച്ച് അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് അച്ഛൻ എൻ്റെ മൂഡ് മാറ്റാനെന്നോണം ഞങ്ങൾ തന്നെയുള്ള ഹോട്ടൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിച്ച് പുറത്തേക്ക് നിൽക്കുമ്പോഴായിരുന്നു ഞാൻ ആ കാഴ്ച കണ്ടത്. ഞാൻ അച്ഛനെയും അമ്മയും കാക്കാതെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് നടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. പുറകിൽ നിന്നും അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ടെങ്കിലും ആ വിളിയൊന്നും എൻ്റെ കാതുകളിൽ കേട്ടില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മനു, എൻ്റെ വിറക്കുന്ന ചുണ്ടുകളാൽ ഞാൻ അവനെ വിളിച്ചു. അതൊരു വർക്ക്ഷോപ്പായിരുന്നു.
അവിടെ കഷ്ടപ്പെട്ട് മനു പണിയെടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ മുഖത്ത് എന്നെ കണ്ടാൽ ഞെട്ടലുണ്ടെങ്കിലും അതവൻ അറിഞ്ഞതായി ഭാവിച്ചില്ല. മനു, ഞാൻ വീണ്ടും അവനെ വിളിച്ചു. പക്ഷെ അവനവന്റെ ജോലി തുടരുകയാണ് ചെയ്ത്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. എന്റെ പുറകിൽ ഓടി വന്ന് അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചു. അച്ഛാ, മനു. മോളുവാ. അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് നടന്നു. വീട്ടിലെത്തിയ അച്ഛനെ മടിയിൽ കിടന്ന് ഞാൻ കുറെ എണ്ണിപ്പെറുക്കി കരഞ്ഞു. മോള് കരയാതെ നമുക്ക് അന്വേഷിക്കാം. അച്ഛനല്ലേടാ പറയുന്നത്. അച്ഛൻ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ എന്നോട് ഒരു സ്ഥലം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അമ്മയും ഉണ്ടായിരുന്നു. കുറച്ചു നേരം യാത്രക്കൊടുവിൽ ഞങ്ങളൊരു ചെറിയ ഓടിട്ട വീണുമ്പിലെത്തി. ഞാൻ അച്ഛനെ സംശയത്തോടെ നോക്കി. മോള് ഇറങ്ങ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആ കൊച്ചി വീണ്ടും ഉള്ളിൽ നിന്നൊരു പട്ടുപാടിട്ടൊരു പെൺകുട്ടി ഇറങ്ങി വന്നു. ഞങ്ങൾ സംശയത്തോടെ നോക്കി. ആരാ? ആ പെൺകുട്ടി ഞങ്ങളോട് ചോദിച്ചു. മനുവിന്റെ വീടല്ലേ? അച്ഛനെ ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിലോടെ അച്ഛനെ നോക്കി. അച്ഛൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. അതെ, ഏട്ടൻ കുളിക്കുക, അകത്തേക്ക് വാ. അപ്പോഴേക്ക് അവൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ഞാൻ മനുവിന്റെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, വൃന്ദ. ആ പറഞ്ഞിട്ടുണ്ട്, അകത്തേക്ക് കയറിയിരിക്കാം. എന്നെ കുറിച്ച് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷെ എന്നോട് മിണ്ടുന്നത് കുറവാണല്ലോ. അതും ഞാൻ ആലോചിച്ചു പോയി. ഞാനും അച്ഛനും അമ്മയും ഉമ്മറത്തേക്ക് കയറി. അവിടെയുള്ള തിണ്ണയിലിരുന്ന് ഒരു കസേരയാണ് അവിടെയുള്ളത്. അതിൽ അച്ഛൻ ഇരുന്നു. ഞാൻ ആ പെൺകുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മനുവിന്റെ അനിയത്തിക്കുട്ടി. പേര് മാളവിക. മണിക്കുട്ടി എന്ന് വിളിക്കും. സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി ആളൊരു വായാടിയാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ നല്ല കമ്പനിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ മനു വന്നു. ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ അവനും ഞെട്ടി. ഞാൻ അവന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് അവന്റെ കയ്യിൽ പിടിച്ചു. മനു, സോറി, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ നിന്നെ തല്ലിയത്. നീ സ്കൂളിലേക്ക് വരണം. നിറകണ്ണുകളോട് ഞാനത് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ എന്റെ കണ്ണുകൾ തുടച്ചു തന്നു. കരയണ്ട, എനിക്ക് വൃന്ദയോട് ദേഷ്യമൊന്നുമില്ല. പിന്നെ ആ സ്കൂൾ വരാതെ ഇനി പഠിക്കുന്നില്ല തീരുമാനിച്ചിട്ടാ. മനു പറഞ്ഞപ്പോൾ ഒരു ഞെട്ടിലൂടെയാണ് ഞാനത് കേട്ടത്. എനിക്കെന്റെ കുടുംബത്തെ നോക്കണം. മനു പറഞ്ഞപ്പോൾ അവന്റെ അമ്മ കരയുകയായിരുന്നു. ആ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അതുവരെ അച്ഛൻ അമ്മയെ ജോലിക്ക് കിട്ടിയിരുന്നില്ല. അച്ഛൻ മരിച്ചപ്പോൾ അമ്മയാണ് പണിക്ക് പോയി ഇവർ രണ്ടാളെയും നോക്കിയിരുന്നത്. പക്ഷേ മനു 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങി പാസ്സായിട്ടും അമ്മയെ കഷ്ടപ്പെടുത്തേണം തീരുമാനിച്ച് അവനെ കൊണ്ട് പറ്റുന്ന ജോലി ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ് നിർബന്ധിച്ച് അവനെ വീണ്ടും +1 ചേർത്ത്. അവൻ്റെ അമ്മ കണ്ണുനീരോടെ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ നോക്കി. എന്നെ നോട്ടം കണ്ട അച്ഛൻ മനുവിൻ്റെ അടുത്ത് നിന്ന് അവനെ ചേർത്ത് പിടിച്ചു. ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. എന്താവശ്യത്തിനും. മനുവിൻ്റെ പഠിപ്പും മണിക്കുട്ടിയുടെ പഠിപ്പെല്ലാം ഞാൻ നോക്കിക്കോളാം. അയ്യോ, അത് വേണ്ട സാർ. ആരെയും ബുദ്ധിമുട്ടിച്ചിട്ട് ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട. മനു അച്ഛനോട് പറഞ്ഞു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഈ സാർ വിളി അങ്ങ് വേണ്ട. മോള് വിളിക്കുന്ന പോലെ അച്ഛനെ വിളിച്ചാൽ മതി. അച്ഛൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നൊരു കാര്യം ചെയ്യാം, എനിക്ക് ജോലി കിട്ടിയിട്ട് പൈസ ഞാൻ തിരിച്ചു തരും. നിനക്ക് അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ. അച്ഛൻ മനുവിനോട് പറഞ്ഞപ്പോൾ അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. എനിക്കപ്പോൾ അവനോർത്ത് അഭിമാനം തോന്നി. അവിടുന്ന് ഒരു കട്ടനും കുടിച്ച് ഇറങ്ങാൻ നേരം മനു എന്നെ പിടിച്ചു നിർത്തി. ഞാൻ അവനെ സംശയത്തോടെ നോക്കി. ഫ്രണ്ട്സ്, അവൻ തന്നെ വലതുകാരൻ എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ കൈകോർത്തു. അവിടുന്ന് തുടങ്ങിയായിരുന്നു ഞങ്ങളുടെ സൗഹൃദം. +2 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉന്നത വിജയത്തോടെ തന്നെ പാസ്സായി. നല്ലൊരു കോളേജിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്മിഷൻ കിട്ടി. പക്ഷെ ആ സൗഹൃദം മറ്റൊരു ദിശയിലേക്ക് എൻ്റെ മനസ്സ് സഞ്ചരിച്ച് കഴിഞ്ഞിരുന്നു. പക്ഷെ അത് ഞാൻ അവനോട് തുറന്നു പറഞ്ഞില്ല. ഞങ്ങളുടെ ഇപ്പോഴത്തെ സൗഹൃദത്തിന് അത് മംഗലേൽക്കുമോ എന്ന് ഞാൻ ഭയന്നു. എനിക്കും മനുവിനും കോളേജിൽ പോകാൻ വേണ്ടി അച്ഛന് സ്കൂട്ടി വാങ്ങി തന്നിരുന്നു. തല്ലുകൂടലും ഇണക്കങ്ങളെല്ലാം കടന്നുപോയി. ഡിഗ്രി 2ാം വർഷം പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ദിനം കടന്നു വരുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ ദിനം. കോളേജിൽ നിന്ന് ഇറങ്ങാൻ നേരം അച്ഛൻ്റെ കോൾ വന്നു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എൻ്റെ ശരീരം ആകെ വിറയിലായിരുന്നു. മനുവിനെ കൂട്ടി അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഒന്നും ആലോചിച്ചില്ല. ഹോസ്പിറ്റൽ മുമ്പിൽ വണ്ടി നിർത്തുമ്പോൾ മനു എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഇവിടെയെന്ന്. പക്ഷെ ഞാൻ മനുവിനെ കൂട്ടി വേഗത്തിൽ നടന്നു. ഐസിന് മുമ്പിലെത്തിയപ്പോൾ അച്ഛനും കരയുന്ന മനുവിൻ്റെ അമ്മയും സമാധാനിപ്പിക്കുന്നുണ്ട്. മണിക്കുട്ടി ഇപ്പോൾ +2 പഠിക്കുന്നത്. മണിക്കുട്ടി സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് കുറച്ച് പേര് ചേർന്ന് മണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. മോളെ അവര്. ബാക്കി പറയാൻ കഴിയാതെ അച്ഛൻ വിങ്ങിപ്പൊട്ടി. മനു തകർന്ന് നിലത്തേക്ക് ഊർന്നിരുന്നു. ഞാൻ അവൻ്റെ അടുത്തേക്ക് ഇരുന്നു. അവൻ്റെ തകർന്നുള്ള ഇരിപ്പ് കാണുന്നതോടെ എൻ്റെ നെഞ്ചിരിപ്പ് ഏറിക്കൊണ്ടിരുന്നു. മണിക്കുട്ടിക്കൊന്നും വരുത്തരുതേൻ ദൈവത്തോട് മനമുരുകി പ്രാർത്ഥിച്ചു. മനു എൻ്റെ തോളിൽ തലവെച്ച് കിടന്നു. അപ്പോഴും അവൻ്റെ കണ്ണുനീർ വീണുകൊണ്ടിരുന്നു. അച്ഛൻ അവിടെ തന്നെ റൂം എടുത്തിരുന്നു. ആരും ഒന്നും അറിയാതിരിക്കാൻ അച്ഛൻ ശ്രദ്ധിച്ചു. മണിക്കുട്ടിയുടെ കാര്യമൊന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞ്. ഞാൻ മനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ തോളിൽ ഞാൻ കൈകളമർത്തി. മനു ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ തന്നെ അവൻ എന്നെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ്റെ ഒപ്പം ഞാനും കരഞ്ഞു. കണ്ടു നിന്ന് അച്ഛനും അമ്മയും വരെ കരഞ്ഞുപോയി. എന്തൊക്കെയോ പദം പറഞ്ഞ് കരയുന്ന മനുവിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയാതെയായി. പക്ഷെ ഞാനും കൂടി തളർന്നാൽ ശരിയാവില്ലെന്ന് തോന്നിക്കൊണ്ട് അവൻ എന്നിൽ നിന്ന് അകറ്റി മാറ്റിക്കൊണ്ട് അവന് ധൈര്യം പകർന്നു കൊടുത്തു. ഊണുറക്കമില്ലാത്ത ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മണിക്കുട്ടിയുടെ നിലയിൽ കുറച്ച് ആശ്വാസം കണ്ടു തുടങ്ങിയിരുന്നു. പക്ഷെ അവൾ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. പൂർണ്ണമായും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരുന്ന മണിക്കുട്ടിയെ അച്ഛനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ കൃത്യമായ മെഡിറ്റേഷനും മെഡിസിനും ഡോക്ടർമാരുടെ പരിചരണം എല്ലാം കൊണ്ട് ഞങ്ങളുടെ മണിക്കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മനുവിന് പോലീസ് ആവാനായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി അവൻ പ്രയത്നിച്ചുകൊണ്ടിരുന്നു. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് കൂടുതൽ സന്തോഷമാവുകയാണ് ചെയ്ത്. അവൻ്റെ പ്രയത്നം വെറുതെ ആയില്ല. അവന് സെലക്ഷൻ കിട്ടി.
ഡൽഹിയിൽ വെച്ചായിരുന്നു ക്യാമ്പ്. അതുകൊണ്ട് ഞാൻ മണിക്കുട്ടിയെ അമ്മയും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വന്നിട്ട് എന്റെ പ്രണയം തുറന്നു പറയാൻ തീരുമാനിച്ചു. ഇടക്കാവും വിളിക്കുമെങ്കിൽ അധികം തന്നെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി. മനു തിരിച്ചു വരുന്ന അന്ന് രാവിലെ അമ്മയും മണിക്കുട്ടിയും വീട്ടിലേക്ക് പോയി. ഞാൻ പോവാനിരിക്കുമ്പോഴാണ് അമ്മ പറയുന്നത് ഇന്നലെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. ഞാൻ ആകെ തകർന്നു പോയി. എനിക്ക് മനുവിനെ മറന്നൊരു ജീവിതം വേണ്ട എന്ന് എന്നെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോന്ന് എന്നെ പിന്നിലേക്ക് വലിച്ചു. ഒരുപക്ഷെ മനുവിന് എന്നോട് ഇങ്ങനെ താല്പര്യമില്ലെങ്കിലോ എന്ന് ചിന്തിച്ചു. ഞാനിതൊരു അവനോടൊന്നും പറഞ്ഞിട്ടില്ല. അവനും അങ്ങനെയൊന്നും എന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല. ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞ കൂട്ടിന് വന്നു. എങ്ങനെയൊക്കെയാ അവരുടെ മുന്നിൽ ചെന്ന് നിന്നു. പക്ഷെ മുഖമുയർത്തി നോക്കിയില്ല. ഏടത്തി ചെക്കനെ നോക്കിക്കോട്ടോ, ഇനി കണ്ടില്ലെന്ന് പറയരുത്. വളരെ പരിചിതമായ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിലൂടെ മുഖമുയർത്തി നോക്കി. തൊട്ടടുത്ത മണിക്കുട്ടി. ഞാൻ ചുറ്റിലും നോക്കി. അച്ഛൻ, അമ്മ, മണിക്കുട്ടി, മനുവിന്റെ അമ്മ. അവസാനം എന്റെ പ്രണയത്തെ കണ്ടു. കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മറച്ചപ്പോൾ അവന്റെ മുഖം അവ്യക്തമായി. പിന്നെ അവിടുന്ന് ഒന്നും പറയാതെ മുറിയിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി. ബെഡിൽ വന്ന് കിടന്ന് കരയുമ്പോൾ ആരോ ഡോറ് തുറന്നു വരുന്ന ശബ്ദം കേട്ടു. എന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ കിടന്നു. എല്ലാവരും കൂടി എന്നെ പറ്റിച്ചതിന് തെറ്റിക്കിടക്കായിരുന്നു ഞാൻ. അമ്മുക്കുട്ടി, മനുവിന്റെ ശബ്ദം. അവൻ മാത്രമാണ് എന്നെ അമ്മുക്കുട്ടി എന്ന് വിളിക്കുക. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. പെണങ്ങല്ലേടാ, മനുവിടറിയ സ്വരത്തോടെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഞെട്ടിണീറ്റുകൊണ്ട് അവനെ മുറുക്കെ പുണന്നു. പേടിയായിരുന്നടാ, നീ എന്നെ വിട്ടിട്ട് പോയെന്ന് ഭയന്നു. അതാ ഉള്ളിൽ തോന്നി ഇഷ്ടം പോലും തുറന്നു പറയാൻ ഞാൻ നടന്നു. കുറെ അനുഭവിച്ചാ, ഇനി നിന്നെയും കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ലെന്ന് തോന്നി. അതുകൊണ്ടൊരു ജോലിയായിട്ട് അച്ഛൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ചോദിക്കണം തീരുമാനിച്ചിരുന്നു. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് 100 വട്ടം സമ്മതം. പിന്നെ എൻ്റെ പെണ്ണിൻ്റെ മനസ്സ് എനിക്ക് നേരത്തെ ഒരു സൂചന ലഭിച്ചിരുന്നു. പക്ഷെ ചോദിക്കാൻ കഴിഞ്ഞില്ല. അത് ഞാൻ ഉറപ്പിച്ച് ട്രെയിനിങ്ങിന് പോയ ദിവസങ്ങളാണ്. മനു എൻ്റെ മുഖം കൈക്കൊമ്പിലെടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അവനെ തന്നെ നോക്കിയിരുന്നു. പിന്നെ അവൻ ഇടിക്കാനും നുള്ളാനും തുടങ്ങി. അടങ്ങിയിരിക്കണേ, എനിക്ക് നോവുന്നു. അവൻ എന്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പോലെ. അമ്മുക്കുട്ടി, സ്വപ്നങ്ങൾ കഴിഞ്ഞോ? ഞാൻ താലിയിട്ടാൻ പോവാണേ. എന്റെ നേരെ താലി ഉയർത്തി പിടിച്ച് മനു പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്ന്. ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇന്ന് അവനൊരു ACP ആണ്. പിന്നെ തൊഴുകയോടെ അവന്റെ താലി സ്വീകരിച്ചു. നെറ്റിയിൽ പതിഞ്ഞ അവന്റെ ചുണ്ടുകളുടെ ചൂട് എന്റെ കവിളുകളിലെ ചുവപ്പ് രാശി പടർത്തി. മനുവിന്റെ കൂടെ വീട്ടിലേക്ക് യാത്രയാവുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന് തോന്നിപ്പോയി. മനുവിന്റെ വീട്ടുമുറ്റത്ത് കാർ നിർത്തുമ്പോൾ അന്നത്തെ ആ പഴയ ഓടുമേഞ്ഞ വീടിന് പകരം ഇന്നൊരു വലിയ വീട് ഉയർന്നു വന്നിരുന്നു. മനുവിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് കയറുമ്പോൾ മനു എന്നെ ചേർത്ത് പിടിച്ചിരുന്നു. ആദിരാത്രിയുടെ ഏതോ യാമങ്ങളിൽ എന്നിലെ പെണ്ണിനെ സ്വന്തമാക്കി എന്റെ പ്രണയത്തെ ഞാൻ വിളിച്ചു. എന്നെ ഏഴഴകേ. ഞാൻ വിളിച്ചപ്പോൾ അവൾ എന്നെ നോക്കി. പിന്നെ എന്റെ നഗ്നമായ ചുമലിൽ ചുംബിച്ചുകൊണ്ട് എന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി എന്നെ ഇറുക്കെ പുണർന്നു കിടന്നു. ഞാനും എന്റെ അഴകിനെ പുണർന്നു കിടന്നു. അതെ, എന്റെ പ്രണയത്തിന് 7 അഴകാണ്. അവന് എന്നോട് മന്ത്രിച്ചു.